പലപ്പോഴും ദൈവം നമ്മുടെ കരങ്ങളിൽ പലതും തരാറുണ്ട്. ദൈവം നമ്മെ പലതും ഏൽപ്പിക്കാറുണ്ട്. പലരും അതിനെ നിസ്സാരമായി കണക്കാക്കാറുണ്ട്. ദൈവം ദാനമായി നമുക്ക് പലതും തരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ കൃപകൾ ദാനമായത് കൊണ്ട്, വില കൊടുക്കാതെ കിട്ടുന്നത് കൊണ്ടോഴും നാം അതിനെ നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. നാം അതിനെ നശിപ്പിച്ച് കളയാറുണ്ട്. അതിനെ അത്ര കാര്യമാക്കാറില്ല. പക്ഷെ ഇന്ന് പകൽ തിരിച്ചറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ദൈവം നമ്മെ ഏൽപ്പിച്ച ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മടക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ, അതിനെ തിരിച്ചേറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമുള്ള കാര്യാദിയല്ല, ശ്രമകരമായ കാര്യാദിയാണ്. ഹല്ലേലൂയ. ഏശാവ് ഒരിക്കൽ അപ്പൻ്റെ അടുക്കൽ കരഞ്ഞ് നിലവിളിക്കുന്നു, അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണം, എന്നെയും കൂടെ അനുഗ്രഹിക്കണം. പക്ഷെ അപ്പം പറയുന്നത്, മോനെ അനുഗ്രഹമല്ല, ഞാൻ മറ്റവന് കൊടുത്തുപോയി. ഹല്ലേലൂയ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, കുറച്ച് ദിവസം മുൻപ് അവൻ അവൻ്റെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. ഒരഭക്തനെ പോലെ അവൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ നഷ്ടപ്പെടുത്തിയത് കൊണ്ട്, അതിനെ അലക്ഷ്യമാക്കിയത് കൊണ്ട്, അപ്പൻ്റെ അടുക്കൽ നിന്ന് കെഞ്ചിയിട്ട് കരഞ്ഞിട്ട്, ഇനി എന്നെയും കൂടെ ഒന്ന് അനുഗ്രഹിക്കെന്ന് പറഞ്ഞിട്ട് അപ്പന് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നാവിൽ നിന്ന് വരുന്നില്ല. വരുന്നത് മുഴുവൻ ഹല്ലേലൂയ, ഇളയവൻ നിന്നെ സേവിക്കും, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അപ്പൻ്റെ നാവിൽ നിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നാം എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ, എന്തെങ്കിലും എറിഞ്ഞുടച്ചാൽ, ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന ആത്മീയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ നാം തിരിച്ചറിയണം, അത് നാം തിരിച്ച് പ്രാപിക്കണം. പക്ഷെ അത് പ്രാപിക്കണമെങ്കിൽ വില കൊടുത്തെങ്കിലേ അത് പ്രാപിക്കാൻ കഴിയൂ.